ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിന് സീക്രട്ട് മെയിനായിട്ട് കാണേണ്ട വർക്ക്. ഇതുപോലെ ഒരുപാട് പ്രശ്നമുള്ളവരുണ്ടാവും, വീട്ടുകാരുണ്ടാവും, അവർക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ. അതായത് പൊളിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. പൊളിച്ചിട്ട് ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സേഫാണ്, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ അടിപൊളിയായിട്ട് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുള്ള ഒരു വീട്ടിൽ ചെറിയൊരു ഭാഗത്ത് വെളിച്ചത്തിൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഇങ്ങോട്ടേക്ക് നമ്മൾ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗമാണ് ഡൈനിങ് വരിക. ഡൈനിങ്ങിൽ നിന്ന് വന്ന് കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും നന്നായിട്ട് ഇരുട്ടാണ്. അതായത് ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഇല്ലാണ്ട് ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റില്ല എന്നർത്ഥം. ഇപ്പം തന്നെ ഏകദേശം രാവിലെ സമയമാണ്. കിഴക്ക് ഭാഗത്ത് നിന്ന് ഇപ്പോൾ വന്നിട്ട് ഇതിലേക്ക് വെളിച്ചം നന്നായിട്ട് കയറിയിട്ട് പോലും ഈ ഒരു വെളിച്ചം മാത്രമേ കിട്ടുന്നുള്ളൂ. കാരണം ഇതിൻ്റെ പുറത്ത് പോർച്ച് വരുന്നുണ്ട്, ആ പോർച്ചിലേക്ക് തട്ടിയിട്ട് വെളിച്ചം കട്ടാവുന്നതാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പോൾ ഇവിടെ വെളിച്ചം കൊണ്ടുവരില്ല എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ഒഴിവാക്കിക്കൊണ്ട് നാച്ചുറൽ ലൈറ്റിൽ തന്നെ നമുക്ക് ചെയ്യാനാണ് മെയിൻ പരിപാടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യും, എങ്ങനെയൊക്കെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗിൻ്റെ ഒരു ഭാഗം ഇതിന് ശരിക്കും ഉൾപ്പെട്ടിട്ട് ചെയ്യണം. പക്ഷേ ബിൽഡിങ്ങിന് ബലക്ഷയം വരുന്നതുകൊണ്ട് ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറും നമുക്ക് സപ്പോർട്ട് തരുന്നില്ല. പക്ഷേ വീട്ടുകാരുടെ ആവശ്യമാണെന്നുള്ളത് നമുക്ക് പ്രധാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നാച്ചുറൽ ലൈറ്റ് കൊണ്ടുവരാൻ വേണ്ടി ഈ 2 കല്ലിളക്കി മാറ്റിയിട്ട് ഇത്രയും വലിയൊരു ഗ്രില്ല് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഗ്രില്ല് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് ഇപ്പോൾ ടെക്കാക്കുറക്കിൻ്റെ പുതിയ വീട്ടിലേക്ക് പോകാം. നമുക്ക് നേരെ വീട്ടിൽ പോവാം. എങ്ങാനും ചെറിയൊരു ഷെയ്ക്ക് നമ്മൾ ഇളക്കുന്ന സമയത്ത് വന്നിട്ട് താഴോട്ടേക്ക് വരികയാണെങ്കിൽ, ഇപ്പോൾ ഇത് പുതിയ കോൺക്രീറ്റ് ആണ്, തേപ്പ് കഴിഞ്ഞിട്ടുമില്ലല്ലോ, അപ്പോൾ ചിലപ്പോൾ ആ ഒരു ഇത് ഷെയ്ക്ക് വന്നുകൂടായില്ല. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്ലാബിന് നമ്മൾ 2 ജാക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ജാക്ക് വെക്കുന്ന സമയത്ത് 2 ഉദ്ദേശമുണ്ട് നമുക്ക്. ജാക്ക് വെക്കൽ മാത്രമല്ല കേട്ടോ, കാരണം ഈ ജാക്കിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ജാക്കിൻ്റെ മുകളിൽ ഈ വിൻഡോയിൻ്റെ മുകളിൽ ഇട്ടിട്ടാണ് നമ്മൾ ഇത് പൊട്ടിക്കുകയും ചെയ്യും. അപ്പോൾ സ്കഫോൾഡർ ഇല്ലാണ്ട് തന്നെ നമുക്ക് പൊട്ടിക്കാനും പറ്റും. 2 കാര്യമായി ഇതിനെ കൊണ്ട്. അപ്പോൾ ജാക്കിൻ്റെ നീളം കണക്കാക്കിയിട്ടുണ്ട്. മുകളിൽ നമ്മളിങ്ങനെ ഒരു വുഡ് കൂടി അടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇത് തേപ്പ് കഴിഞ്ഞു, തേപ്പിന് മുമ്പേ വരേണ്ടതാണ്. ജസ്റ്റ് ഇത് ഇളകി വീകാണ്ടിരിക്കാൻ മാത്രം ഒന്ന് വേണമെന്നേ ഉള്ളൂ. ഇനി പൊരിച്ചെടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ അടിയിലും ഒരു ബല വെച്ച് കൊടുക്കും. ജാക്ക് നല്ലപോലെ ടൈറ്റായി കൊടുക്കണം. അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഉയരം കെട്ടല. എടുത്തോ സമീറേ. ഇതാണ് മുളക്കെട്ട് എന്ന് പറയുന്ന കെട്ട്. താഴോട്ട് ഇക്കുകയും വരില്ല, അത്ര ലോഡ് ഒന്നും പറഞ്ഞാൽ താഴോട്ട് വരില്ല. സിമ്പിളായിട്ട് അഴിക്കാനും പറ്റും, സിമ്പിളായിട്ട് കൊടുക്കാനും പറ്റും. ഈ നോട്ട് അറിയാത്തവരുണ്ടെങ്കിൽ, താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും കേട്ടോ. നോട്ടുകളെ പറ്റിയുള്ള ഒരു വീഡിയോ ചെയ്യാം. മുളക്ക് ഒരുപാട് നോട്ടുണ്ട്. ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ കൊടുക്കുന്നൊരു നോട്ടാണ്. അതായത് നമ്മളിങ്ങനെ ഇട്ടിട്ട് ലോക്കാക്കുക. ആയി പരിപാടി കഴിഞ്ഞു. അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കല്ല് ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. നമ്മൾ ഇത്രയും ഈ 2 കല്ല് ഇളക്കിയിട്ടാണ് ഗ്രില്ല് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ഇളകാണ്ടിരിക്കാൻ വേണ്ടി ഇതിനെല്ലാം ആപ്പ് വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഉള്ളിനെ കൊണ്ട് ഹോൾസ് ആക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആപ്പ് കൊത്തുന്നുണ്ട്. ഒന്ന് നമുക്ക് ആപ്പിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടി കേട്ടോ. ഇത് നീളം മാത്രം മുറിച്ചങ്ങ് ഇളക്കിയാൽ മതി. അപ്പോൾ ഈ നീളം പോകണം ഏകദേശം. ഇതുകൊണ്ട് അടിക്കാട് വെട്ടാനും സീമക്കൊന്നതിൻ്റെ കൊമ്പ് കൊത്താനേ പറ്റൂ. തീരെ മുറിച്ചില്ല. ആപ്പുണ്ടാക്കി കത്തിയാൾ മൂർച്ചയാക്കിയിട്ട് നമ്മൾ ചെത്തിയിട്ടെടുത്തത്. കത്തിയാളെന്നാണ് പറയുന്നത് കേട്ടോ. കണ്ണൂർ ഭാഗത്ത് പറയുന്നതാണ്. നിങ്ങളെ ആ ഭാഗത്ത് എന്താ പറയുന്നത് വെച്ചാൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. അപ്പോൾ നമ്മളിതിന് അടിക്കാൻ വേണ്ടി പോയത്.
നല്ല ടൈറ്റിൽ നിൽക്കണം. ഇത് ഉറപ്പൊന്നുമില്ല കേട്ടോ, ഇതുകൊണ്ട് താഴോട്ടേക്ക് പോകുന്നില്ല എന്നുള്ളത് ഒരു ഗ്യാരണ്ടി ഇല്ല. പക്ഷെ എന്താണ്, ഇളകാണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ കല്ല് സേഫായിട്ട് അവിടെ നിന്ന് ഈ ഒരു സ്ലാബിൻ്റെ ഭാഗം ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പം അതുകൊണ്ടിട്ട് ഒരു പരിശ്രമം അത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ കിണറൊക്കെ കെട്ടുന്ന സമയത്ത് ചെയ്യുന്നില്ലേ, കിണർ രണ്ടാമത് കുഴിച്ച് കെട്ടുന്ന സമയത്തൊക്കെ ഇങ്ങനെയാണ് ചെയ്യും. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് 8 ആപ്പടിച്ചിട്ടുണ്ട്, 8 കല്ലിന്. അപ്പോൾ ഇനിയിപ്പോൾ താഴത്തത് പൊട്ടിക്കാൻ വേണ്ടി പോയി. സംഭവം നമുക്ക് പണിയെടുക്കാനുള്ളൊരു വെളിച്ചം നമ്മൾ ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് 2 ഭാഗത്തും ഒരുപോലെ ഒരു അപ്പുറത്തും ഇപ്പുറത്തും 50 ഇഞ്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. 178.5. ഓക്കെ. അപ്പോൾ ഈ ഒരു കല്ല് പോകണം അപ്പുറത്തേക്ക് നോക്കി. 50 ഇഞ്ച് കറക്റ്റാ? ഓക്കെ. ഏകദേശം ഈ താഴത്തെ വിൻഡോൻ്റെ അതേ അളവ് തന്നെ നമുക്ക് മുകളിലും കിട്ടും. ഇതാണ് നമ്മുടെ ജാക്ക്. അപ്പിനി വയറിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ജാക്കാണ്. വയറിങ്ങിന് മാത്രമല്ല, എല്ലാത്തിനും ഇങ്ങനെ പൊളിക്കൽ സാമഗ്രികൾക്ക് എല്ലാത്തിനും ഉപയോഗിക്കുന്നത്. അപ്പോൾ 2 കല്ല് ഇളക്കിയിട്ടേ ഉള്ളൂ. ഏകദേശം 2-3 കല്ല് ഇളക്കുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല വെളിച്ചം ഇവിടെ വന്ന് തുടങ്ങി. അപ്പോൾ നമ്മൾ ആ ഗ്രില്ലിൻ്റെ കണക്കായിട്ട് കട്ട് ചെയ്ത് വരുമ്പോൾ നല്ല വെളിച്ചം വരും. ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷമാണ് ഇതിന് സീക്രട്ട്, മെയിനായിട്ട് കാണേണ്ട വർക്ക്. എങ്ങനെ ഇതുപോലെ ഒരുപാട് പ്രശ്നമുള്ളവരുണ്ടാവും, വീട്ടുകാരുണ്ടാവും, അവർക്കെല്ലാം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ. അപ്പോൾ പൂർണ്ണമായിട്ട് കണ്ടിട്ട് കൃത്യമായിട്ട് വിലയിരുത്തിയിട്ട് കമൻറ്റും കൂടി പറയാം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത വർക്കിൽ ഉപകാരപ്പെടാം. അറിയുന്നവർ കമൻറ്റും കൂടി ചെയ്യും കേട്ടോ. ആ ഒരു കല്ലും കൂടി പോകണം. ആ വിൻഡോൻ്റെ നേർക്ക് ഈ കണക്കിന് പോകണം, ഈ വിൻഡോൻ്റെ കണക്കിന് പോകണം. സംഭവം ഇത് പോർച്ചാണ്. പോർച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ ഇവർക്ക് അറിയാം ഈ ഭാഗത്തേക്ക് വെളിച്ചം കിട്ടാൻ സാധ്യതയില്ല. അതുകൊണ്ട് ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്, ഇവിടെ ഗ്ലാസ് ഇട്ട് കൊടുക്കാൻ വേണ്ടി. എന്നിട്ട് ഇതിലേക്കൂടി വരുന്ന വെളിച്ചത്തിന് ആ 2 വിൻഡോൻ്റെ അകത്തേക്കൂടി അകത്തെത്തിക്കാനാണ് ഇവർ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായത്. പിന്നെ വർക്ക് ചെയ്ത് ഏകദേശം പ്ലാസ്റ്റിംഗ് ഒക്കെ തുടങ്ങിയ സമയത്തേക്കാണ് അകത്ത് തീർത്തും വെളിച്ചില്ല എന്ന് മനസ്സിലായത്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തിട്ട് മെയിനായിട്ട് കൊടുക്കാനുള്ള കാരണം. അപ്പോൾ ഇങ്ങനൊരു ഇത് മാത്രം ചെയ്തുകൊണ്ട് എന്തായാലും കാര്യം ഇല്ല. കാരണം ഇവിടുന്ന് ഈ ഒരു വെളിച്ചം വന്ന് ഈ ഒരു ഗ്ലാസ്സിൽ തട്ടി ആ ഒരു വിൻഡോയിലേക്ക് വരുമ്പോഴത്തേക്ക് ആ വെളിച്ചത്തിൻ്റെ സോഴ്സ് കുറച്ച് നമ്മളൊരു എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ ആ ലൂമിനസ് കുറച്ചുകൂടി കുറഞ്ഞിട്ട് താഴോട്ടെത്തും. ആ വരുന്ന അതേ ഒരു ഇതിൽ എന്തായാലും വരാൻ സാധ്യതയില്ല. ഇനി അത് മാത്രമല്ല, ഇതിൻ്റെ അകത്തേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഒരു ഗ്ലാസ് വെച്ച് കൊടുക്കും. അപ്പോൾ ആ ഒരു ഗ്ലാസും കൂടി തട്ടിയിട്ട് പോകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി വെളിച്ചം എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച ഈ പുറമേ കാണുന്നൊരു വെളിച്ചമൊന്നും കിട്ടാൻ പോകുന്നില്ല. എന്നാലും ശരിക്കും ഈ വൈറ്റ് സിമെൻറ്റും പെയിൻ്റൊക്കെ വരുന്ന സമയത്ത് അതിൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് കുറച്ചുകൂടി സ്പ്രെഡായിട്ട് ആ ഡൈനിങ് ഹാളിൽ വരെ വെളിച്ചം കിട്ടും. നേരത്തെ ഉണ്ടായതുപോലല്ല, കുറച്ചുകൂടി അധികം എന്തായാലും കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്തു വരുന്നത്. കട്ടിംഗ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മെയിനായിട്ട് അടിഭാഗം ഒന്ന് കട്ട് ചെയ്യാണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളെ ആ ഒരു ഗ്രില്ല് ഉണ്ടാക്കി വെക്കാനുണ്ട്. ഗ്രില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നോർമലി ചെയ്യുന്ന ഒരു ടൈപ്പ് ഗ്രില്ലും അല്ല കേട്ടോ, ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഏതായാലും നമുക്കിനി ഗ്രില്ല് ചെയ്യുന്നത് കാണാം. 8-1-14 kg പൈപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ അടിഭാഗത്ത് മോൾഭാഗത്തിൽ ലിൻഡൽ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത്. അതായത് പൊളിക്കുന്ന സമയത്ത് മാത്രമേ നമുക്ക് സ്ട്രക്ചറിൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. പൊളിച്ചിട്ട് ഇത് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ സേഫാണ്, ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിന് അപ്പോക്സി അടിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം ഇത് പിന്നീട് മുകളിലും താഴെ നമുക്ക് പെയിൻ്റ് അടിക്കാനൊന്നും ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഇപ്പോൾ 2 കോട്ട അപ്പോക്സി രണ്ടിനും എല്ലാ പൈപ്പിനും അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്കൊരു ട്രിക്ക് കൂടി ചെയ്യണം. കാരണം ഇത് ഇത്ര 8-1 ആയതുകൊണ്ട് തന്നെ പിഞ്ചാവാനുള്ള സാധ്യതയുണ്ട്. പിഞ്ചാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ട്രിക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇതിൻ്റെ 18 ഇഞ്ചിൻ്റെ 2 പീസ് മുറിച്ച് മാറ്റി വെക്കുന്നുണ്ട്. 18 എന്ന് പറയുമ്പോൾ 18 36, പിന്നെ 200 ഇഞ്ച് ഉണ്ടാവും. ആ 200 ഇഞ്ചിനെ 2 പീസാക്കിയിട്ട് മുകളും താഴെ അടിക്കും. ഇതിനെ നമ്മൾ സൈഡിൽ കുത്തനെ വെക്കാൻ കൊടുക്കും. ഇനി ഇവിടെ ഒരു 15 സ്റ്റെപ്പുള്ള സ്റ്റെയർ കേസ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഏതായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്, ഈ ഡൈനിങ്ങിൻ്റെ ഈ ഒരു ഏരിയ ഒക്കെ ശരിക്കും നല്ല വെളിച്ചം വന്നു. നമ്മളിവിടെ ലൈറ്റോ ഒന്നും ഇടാണ്ടുള്ളത്, നിലവിൽ നല്ല വെളിച്ചമുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പെയിൻറ്റും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ റിഫ്ലക്ഷൻ കൂടി വരുമ്പോൾ ഡബിൾ വെളിച്ചം വരും. അപ്പോൾ ഈ ഒരു പൈപ്പ് പിഞ്ചാവുമെന്ന് ഞാൻ പറഞ്ഞില്ല.
കാരണം ഇത് ഇത്രയേ തിക്കുള്ളൂ. മുകളിൽ നിന്നും വെയിറ്റ് വന്ന് താഴെ നിന്ന് നമ്മളിത് ജാമാക്കുന്ന സമയത്ത് ഇപ്പം തന്നെ കൈ കൊണ്ട് അനക്കുമ്പോൾ ബെൻഡാകുന്നതാണെന്നുണ്ടോ, പിഞ്ചായി പോവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ 3/4 ഇഞ്ചിൻ്റെ പൈപ്പ് ഇതിൻ്റെ അകത്തേക്ക് കൂടി ഇങ്ങനെ മുകളിലും താഴെയും കയറ്റി കൊടുക്കും. എന്നിട്ട് ഇത് ടാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ലോഡ് ഇതിന് കുറച്ചുകൂടി ഇതിനെ ബാലൻസ് ചെയ്തിട്ടങ്ങ് പോകും. അപ്പോൾ നമുക്ക് ഫുൾ ലോഡ് അതിൽ ആ കല്ല് വന്നാൽ തന്നെ ഈ 3/4 ഇഞ്ച് കൂടി അതിൽ വരുന്നതുകൊണ്ട് ആ വെയിറ്റ് വന്നാൽ തന്നെ നമുക്ക് വലിയ പ്രശ്നമില്ലാണ്ട് തന്നെ ഒഴിവാക്കി കിട്ടും. അപ്പോൾ 100 ഇഞ്ച് നീളത്തിൽ 3 പീസ് മുകളിലും 3 പീസ് താഴെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഫ്രെയിം. അപ്പോൾ ഇവിടെ ഒരു ടാക്ക് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ട്രൈ സ്ക്വയർ വെച്ചിട്ട് ഇതൊന്ന് സെറ്റാക്കും. പിന്നെ ഈ കോൺ ടു കോൺ പിടിച്ചിട്ട് അതൊന്ന് സെറ്റാക്കും. ഈ ഭാഗം ടാക്ക് അടിച്ച് കഴിഞ്ഞു. ഇനിയാണ് പ്രധാനപ്പെട്ടത്. കാരണം ഇതും കൂടി നമ്മൾ മട്ടാക്കണം. അപ്പോൾ ഇവിടെ ചെറിയ പ്രശ്നമുണ്ട്. ഈ ഭാഗം ഒന്ന് തട്ടി കൊടുത്തിട്ട് അതും കൂടി ടാക്ക് ചെയ്ത് കൊടുക്കും. അടിച്ചോ. ഈ 3 എണ്ണം ഇങ്ങനെ കയറ്റി കൊടുക്കുന്നുണ്ട്. ഒന്ന് ഈ പൈപ്പ് 2 ജോയിൻ്റ് ആകുന്നതിന് നേർക്ക് വെച്ച് കൊടുത്ത് 2 എണ്ണം ബാക്കി ഡിവൈഡ് ചെയ്തിട്ടും വെച്ച് കൊടുത്ത് ഇനിയിപ്പോൾ ടാക്ക് ചെയ്യണം. അടിച്ചോ. ഈ 2-1 പൈപ്പാണ് നമ്മൾ ഇതിൻ്റെ സെൻറ്ററിൽ അടിച്ചു കൊടുക്കുന്നത്. ഇത് ഒരു കാരണവശാലും സൈഡിൽ അടിക്കരുത്. കാരണം ഈ ലോഡ് വരുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ വെയിറ്റ് ചരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. സെൻറ്ററിൽ തന്നെ അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മളിതിൻ്റെ പകുതിയാക്കിയിട്ട് മാർക്കിംഗ് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് 20 സെൻറ്റിമീറ്ററുള്ളത് 10 സെൻറ്റിമീറ്ററിലൊരു മാർക്കിംഗ് ഇടുക. പിന്നെ 5 സെൻറ്റിമീറ്ററിൻ്റെ ഇതാണ് വെക്കുന്നത്. അപ്പോൾ 2.5 അപ്പുറത്തും 2.5 ഇപ്പുറത്തും വരുന്ന വിധത്തിൽ ഒരു മാർക്കിംഗ് ഇടുക. അതിങ്ങനെ മാർക്കിംഗ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ മുകളിൽ ഇത് സെറ്റാക്കിയതിന് ശേഷമാണ് ചെയ്യുക. പിന്നെ മാർക്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. സംഭവം നമ്മൾ മാർക്കിങ്ങുകളിൽ ചെയ്തതിന് ശേഷം ക്ലയൻറ്റിന് ചെറിയൊരു അഭിപ്രായ വ്യത്യാസം. നമുക്ക് ഇങ്ങനെ വെക്കണ്ട, ഡയമണ്ടായിട്ട് വെക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മാർക്കിംഗ് കൂടി എടുക്കുന്നുണ്ട്. ഒരു മാർക്കിംഗ് മാത്രമല്ല, നമ്മൾ മുകളിൽ വെച്ചിട്ട് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്ത ആ ഒരു പ്ലാനും കൂടി മാറ്റി. ഇപ്പോൾ താഴെ നിന്ന് തന്നെ ഓരോന്നും ഡിവൈഡ് ചെയ്ത് നമ്മൾ ട്രൈ സ്ക്വയർ വെച്ചിട്ട് ഇങ്ങനെ സെറ്റാക്കിയതിന് ശേഷം ട്രൈ സ്ക്വയറിൻ്റെ 2 ലൈന് വരില്ലേ, അപ്പുറം ഇപ്പുറം വരുന്ന വിധത്തിൽ അടിച്ചു കൊടുക്കുക. അപ്പോൾ ഡയമണ്ട് കറക്റ്റും എല്ലാം ഒരുപോലെ കിട്ടും. നമ്മൾ ഈ ഒരു പോയിൻറ്റും ആ ട്രൈ സ്ക്വയറിൻ്റെ മാർക്കിനാക്കിയിട്ട് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാർക്കിംഗ് ഇപ്പോൾ എടുക്കുന്നു. നമ്മൾ നേരത്തെ മാർക്ക് ഡിവൈഡ് ചെയ്തത് സംഭവം ആകെ മാറും. കാരണം ഇത് കോൺ ടു കോണാണെന്നല്ലോ ഡയമണ്ട് വരുന്ന സമയത്ത് വരുക. അപ്പോൾ ആദ്യമേ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഭാഗത്തെ ഗ്യാപ്പും അങ്ങേ എൻഡിലെ ഗ്യാപ്പും കൂടുതലും ബാക്കിയുള്ളത് കുറഞ്ഞും പോകും. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ 1 ഇഞ്ച് ഇങ്ങോട്ട് വിട്ടിട്ട് ആക്കിയിട്ട് ബാക്കിയുള്ള എല്ലാം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ട്രൈ സ്ക്വയർ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ആദ്യം ചെയ്ത മാർക്ക് മുകൾ ഭാഗത്തേക്കാണ് മാറ്റി കേട്ടോ. ഡയമണ്ട് ആക്കിയത് പെട്ടെന്നാണ്. ആദ്യം പറഞ്ഞത് സ്ക്വയർ ആക്കിയിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ നമ്മൾ താഴത്തെ മാർക്കിങ്ങും അതുപോലെ തന്നെ മാറി. താഴത്തെ മാർക്കിങ് ഇപ്പം ഡയമണ്ട് ആക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം 2 ഇഞ്ചിൻ്റെ കണക്കായിട്ടായിരുന്നു മാർക്കിങ് ഇട്ടത്. പുറമേ എക്സ്ട്രാ ഒരു മാർക്കിങ് ഇവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. സംഭവം ഈ ലൈനിന് ഒപ്പിക്കുക, ഈ ലൈനിന് ഒപ്പിക്കുക, ഈ കോണ് വരുന്നത് ഇപ്പോഴത്തെ ലൈനിന് ഒപ്പിക്കുക. കറക്റ്റ് ഡയമണ്ട് ആയിരിക്കും. എടാ എൻ്റെ ഭാഗം കണക്കായിക്കേ. യാ പുറത്തെ വരെ നീ നോക്കൂ. ഓക്കെ അടിച്ചു. ഈ ഗ്യാപ്പ് ഒന്ന് കാണിച്ചു തരാം. 5.25 ഇഞ്ച് ഇത് വരുമ്പോൾ നോക്കിക്കോ. 5.25 ഇത് വരുമ്പോൾ നോക്കിക്കോ. 5.25 ഷാർപ്പ് അളവാണ്. എല്ലാം ഒറ്റ അളവിൽ കിട്ടി. ഇനിയിപ്പോൾ ഇത് ഫുള്ള് വെൽഡ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുകളിൽ കയറാം.
മോനെ ആ ഇനി ഈ ഒരു ഭാഗം തേപ്പ് കനം കണക്കാക്കിയിട്ട് ഇപ്പുറത്ത് വെച്ച് വെൽഡ് ചെയ്യാം. അപ്പോൾ ഇത്രയും വലുതായതുകൊണ്ട് ഈ മുകളിൽ അങ്ങേ എൻഡിലും ഇങ്ങേ എൻഡിലും വാട്ടർ ലെവൽ ചെയ്തിട്ട് തന്നെ സെറ്റാക്കണം. ഹീറ്റ് ലെവൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ പൊളഞ്ഞിട്ടാണ് കാണിക്കുക. പിന്നെ തേപ്പൊക്കെ കഴിയുന്ന സമയത്ത് ശരിക്കും അത് മനസ്സിലാവും. അപ്പോൾ ഈ രണ്ട് എൻഡിൽ വാട്ടർ ലെവൽ വെക്കുന്നുണ്ട്. അപ്പോൾ താഴത്തെ ആ വിൻഡോൻ്റെ ഗ്യാപ്പ് തേപ്പ് ലെവലിൽ വെച്ചതാണ്. ആ ലെവലിലേക്ക് നമ്മൾ ഇത് കൊണ്ടുവരികയും വെട്ട് 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 ആ മതി അവിടെ വെച്ചോ. അത് വെൽഡ് ചെയ്തോ. അപ്പോൾ വെൽഡിങ് നമ്മൾ സാധാരണ ഏറ്റവുമിൻ്റെ MS TMT ബാറ് താഴോട്ടേക്ക് അടിച്ചിട്ടാണ് വെൽഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് ഇട്ട് ഈ ലെവലിൽ വരണം. അടിക്കാൻ കഴിയുമോ? ആ ഇതാ സ്പീഡ് ലെവൽ ഇപ്പം കണ്ടോ. ഓക്കെ പോയി. ആ ഞാനിങ്ങനെ പിടിച്ചു തരാം, അടിച്ചോ. ഈ ഗ്യാപ്പും കൂടി നമ്മൾ അടച്ചു കൊടുക്കുന്നുണ്ട്. ആ ഗ്ലാസ്സും ഈ ഗ്ലാസ്സും വരുമ്പോൾ ഇത്ര ഇത് കിട്ടൂല, കുറച്ചെന്തായാലും ഡിമ്മാവും. സംഭവം ഫില്ലിങ്ങും കഴിഞ്ഞു. ഒന്ന് ക്ലീനായി കൊടുക്കുകയാണ്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ വെറുതെ ഒന്ന് ക്ലീനാക്കി കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം നാളെ തേപ്പ് കഴിക്കുന്ന സമയത്ത് വീണ്ടും പഴയ പോലെ തന്നെ ആവും. എന്നാലും ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. 8 മണിക്ക് വന്നു, ഇപ്പോഴത്തെ സമയം 1 മണിയായി. ആ സമയം കൊണ്ട് കംപ്ലീറ്റ് പൊളിക്കലും ഇത് വെൽഡിങ്ങും ഒക്കെ ചെയ്തു. ഒരു ക്യാമറമാന് 2 തൊഴിലാളികൾ, ഞാൻ വെറുതെ ഇതിന് അങ്ങനെ ക്ലീൻ ചെയ്ത് നമ്മളെ വർക്കും കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ ആപ്പ് ഊരണം. ആപ്പ് തേപ്പുകാർ ഇത് ഈ നാളെ വന്നിട്ട് ഊരും. നാളത്തേക്ക് നല്ല സെറ്റായിട്ട് നിൽക്കും. അപ്പോൾ ഇത്രയും വീഡിയോനെ പറ്റി കാണിക്കാനുള്ളത്. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നത്. പുതിയ വിഷയമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഔട്ട്. പോരെ.